Okay, I will start with a new file. Okay. Next, the parameter. Sorry, template. I will take the same template. Okay. In the tools, okay, then extrusion, blend, revolve, sweep. Okay. Adoda void forms like void extrusion, void blend, void revolve, void sweep. These are the only tools we have to use. Okay. ഇനി നമുക്ക് ഒരു ചെറിയൊരു എക്യുപ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് നമുക്ക് മോഡലിലേക്ക് കൊണ്ടുവരാം. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോഴും ആ ഫാമിലി ആദ്യം കാറ്റഗറൈസ് ചെയ്യണം. ഓക്കെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചു, സേ FCU നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റില് ഫാമിലി കാറ്റഗറി ആൻഡ് പാരാമീറ്റേഴ്സ് എടുക്കുക. അത് ആദ്യം കാറ്റഗറൈസ് ചെയ്യുക, ഫാമിലി ആദ്യം കാറ്റഗറൈസ് ചെയ്യുക. ഇതിൽ കുറെ കാറ്റഗറി കിടപ്പുണ്ട്. FCU എന്ന് പറയുന്നത് മെക്കാനിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അപ്പൊ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു എക്സ്ട്രൂഷൻ, വെറുതെ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഒരു എക്സ്ട്രൂഷൻ ഞാൻ കൊടുക്കുന്നു. ഒരു ജസ്റ്റ് ഒരു 1200 തൊട്ട് കൊടുത്തു. വന്നിട്ട് ഞാനൊരു 650 എന്തെങ്കിലും കൊടുത്തു. ഇതാണ് എന്റെ FCU എന്ന് വിചാരിച്ചോളൂ. ഞാൻ കറക്റ്റ് ഏകദേശം സെന്ററിൽ കൊണ്ടുവെക്കാം ഇത്. ഹൈറ്റ് ഞാൻ നോർമൽ ഒരു FCUന്റെ ഹൈറ്റ് ഏകദേശം ഒരു 450 ഞാൻ കൊടുക്കുകയാണ്. ഇതാണ് എന്റെ FCU എന്ന് വിചാരിച്ചോളൂ. ആണെന്നുണ്ടെങ്കിൽ 2 മൗത്ത് പീസും കൂടെ വരച്ചേക്കാം. ഫ്രണ്ട് വ്യൂ പോയി ജസ്റ്റ് ഒരു എക്സ്ട്രൂഷൻ എടുത്തു. ലെഫ്റ്റ് പോയി അത് സെന്റർ പ്ലെയിനിൽ വന്ന് കിടപ്പുണ്ടാവും, കുഴപ്പമില്ല. നമ്മൾ എഡിറ്റ് വർക്ക് പ്ലെയിൻ എടുത്തു, പിക്കപ്പ് പ്ലെയിൻ നമുക്കത് പിക്ക് ചെയ്യാം. ഞാൻ ഇത് തന്നെ തൽക്കാലം അങ്ങോട്ട് മിറർ ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മുടെ എക്യുപ്മെന്റ്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഈ എക്യുപ്മെന്റിനെ സേവ് ചെയ്യാണ്. ഒരു പേരിൽ ഞാൻ സേവ് ചെയ്യാണ്. സേവ് ആസ് അല്ലെങ്കിൽ സേവ് ഒരു പേരിൽ സേവ് ചെയ്യുന്നു. ഫാമിലി ഞാൻ ഫാമിലി നെയിം കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നു. FC01 വെറുതെ ഒരു പേര് ഞാൻ കൊടുക്കുകയാണ്. സേവിങ്. ഇനി ഞാനൊരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ. ഈ പ്രോജക്റ്റിലേക്ക് ഞാൻ എക്യുപ്മെന്റ് കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരുന്നു? നമ്മൾ സിസ്റ്റംസിൽ പോകുന്നു, മെക്കാനിക്കൽ എക്യുപ്മെന്റ് എടുത്തു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫാമിലി ലോഡ് ചെയ്യും. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത FCU സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ആ ഫാമിലിനെ കൊണ്ടുവരുന്നു. ഓക്കെ. അപ്പൊ ആ പിക് പോയിന്റ് കണ്ടോ? പിവട്ട് പോയിന്റ് നമ്മുടെ എക്യുപ്മെന്റിന്റെ സെന്ററിലാണ് ഇരിക്കുന്നത് അല്ലെ? ഓക്കെ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ഫാമിലി ക്രിയേറ്റ് ചെയ്തപ്പോ ഒബ്ജക്റ്റ് ആ 2 റെഫറൻസ് പ്ലെയിനിന്റെയും സെന്ററിലായിരുന്നു നമ്മൾ വെച്ചത്. അതായത് കറക്റ്റ് നമ്മൾ പ്ലാൻ വ്യൂവിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിന്റെ സെന്ററിൽ അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റിലായിരിക്കും നമ്മുടെ ഈ പിവട്ട് പോയിന്റ് വരിക. അപ്പൊ എന്താ സിസ്റ്റംസിൽ പോയി മെക്കാനിക്കൽ എക്യുപ്മെന്റ് വയ്ക്കുകയാണെങ്കിൽ എന്താ മെക്കാനിക്കൽ എക്യുപ്മെന്റ് ഒന്ന് നടക്കുന്നുണ്ട്. ഓക്കെ. ജസ്റ്റ് ഞാൻ FCU വെറുതെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ. ഇത് ഞാൻ മുന്നേ വെച്ച ഒരു FCU ആണ്. ഈ പ്രോജക്റ്റിൽ നമ്മൾ മുന്നേ വെച്ച FCU ആണ്. ഇതിപ്പോ നമ്മളിപ്പോ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത ഒരു യൂണിറ്റ്. ഈ യൂണിറ്റ് സെലക്ട് ചെയ്യാണ്. ഇതിന്റെ പ്രോപ്പർട്ടീസിനകത്ത് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് സൈഡിലുള്ള ഇതിനാണ് ആക്ച്വലി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ദിസ് ഏരിയ. ഓക്കെ. കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് ഇത്. ഓക്കെ. ഇതിൽ എന്തൊക്കെയാണ് ഡീഫോൾട്ട് ആയിട്ടുള്ളത്? ഓഫ്സെറ്റ് വാല്യൂ, അതായത് റെസ്റ്റിംഗ് എലിവേഷൻ ഇപ്പൊ കിടക്കുന്ന 0-ലാണ്.
പക്ഷെ ഞാൻ ഈ എക്യുപ്മെന്റ് എടുക്കുമ്പോൾ നോക്കൂ, ഇതിനകത്ത് കുറെ എക്സ്ട്രാ പാരാമീറ്റേഴ്സ് നിറയെ കിടപ്പുണ്ട് കണ്ടോ. ഇതിന്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് കുറെ കിടപ്പുണ്ട്. ഓക്കെ, കണ്ടൻസേറ്റ് ഡ്രെയിനിന്റെ ഫ്ലോ റേറ്റും അതുപോലെ തന്നെ ചിൽ വാട്ടറിന്റെ ഫ്ലോ റേറ്റും കാര്യങ്ങളെല്ലാം ടെക്നിക്കലി വരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യണം. ആ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒബ്ജക്ട് അല്ലെങ്കിൽ ഈ ഫാമിലി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പാരാമീറ്റേഴ്സിനാണ് ഇൻസ്റ്റൻസ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻസ്റ്റൻസ് പാരാമീറ്റർ ആണ്. എഡിറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് കണ്ടോ. വോൾട്ടേജ്, പവർ ഫാക്ടർ, ഡ്രെയിൻ പൈപ്പ് മെറ്റീരിയൽ, അവർക്ക് വേണ്ട ക്ലൈന്റിന് എന്തൊക്കെ പാരാമീറ്റർ ആണോ ആ ഫാമിലിയിൽ വേണ്ടത് അതെല്ലാം നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ടെക് കണക്ഷൻ വിത്ത് അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ്. ഓക്കെ, അതിന്റെ എക്യുപ്മെന്റിന്റെ ഐഡന്റിറ്റി ഡേറ്റ, അതായത് അത് അതിന്റെ സബ്മിറ്റൽ, അതിന്റെ മേക്ക്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഈവൻ മെയിൻ്റെനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ഫാമിലിനകത്ത് ഒന്നുമില്ല. അപ്പൊ നോക്കൂ, ഇൻസ്റ്റൻസ് പാരാമീറ്റർ അവിടെ ഇത്രേ ഉള്ളൂ. എഡിറ്റ് ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ട കുറച്ച് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് കിടപ്പുണ്ട്, മോഡൽ, മാനുഫാക്ചർ, പക്ഷെ എല്ലാം ബ്ലാങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഡീഫോൾട്ട് ആയിട്ട് തന്നെ നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് ആയിട്ട് തന്നെ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ നമ്മളിപ്പോഴും FCU ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ടൈംസിൽ യൂസ് വരുന്ന ഫാമിലിയാന്ന് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ FC ആയിക്കോട്ടെ, AH ആയിക്കോട്ടെ, നമ്മളതൊരു പാരാമെട്രിക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മാനുവലി സൈസ് ചേഞ്ച് ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഞാൻ ഈ എക്യുപ്മെന്റ് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സൈസും കാര്യങ്ങളൊക്കെ, ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലി നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ നമുക്ക് അതിനുശേഷം നോക്കാം. ഓക്കെ, ഞാൻ പറയണത് മനസ്സിലാവുണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ഒരു ജസ്റ്റ് ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യാം. ആ ക്യൂബിന്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇപ്പൊ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ജസ്റ്റ് ഞാൻ പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ന്യൂ ഫാമിലി, മെട്രിക് ജനറിക് മോഡൽ തന്നെ എടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ നിൽക്കുന്നത് റെഫറൻസ് പ്ലെയിനിലാണ്. റെഫറൻസ് പ്ലെയിനിലാണ് നമ്മൾ നിൽക്കുന്നത്. സപ്പോസ് എനിക്ക് ഇതൊരു FCU ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. എനിക്ക് ഇതിന്റെ വിഡ്ത്തും ലെങ്ത്തും ഹൈറ്റും എല്ലാം പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ഫാമിലി ചെയ്ത് കാണിക്കാം, എന്നിട്ട് അത് ഒന്നത് പറയാം, ആയിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമുക്കൊരു ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് വിചാരിച്ചത്. സപ്പോസ് എനിക്ക് പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഈ ഒബ്ജക്റ്റിന്റെ വിഡ്ത്തും ഹൈറ്റും ലെങ്ത്തും എല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, എനിക്ക് ഇതിന്റെ വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റണം, ലെങ്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാ ഫേസിലും റെഫറൻസ് പ്ലെയിനുകൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ റെഫറൻസ് പ്ലെയിൻ, അപ്പൊ ഏതൊക്കെ ഫേസ് ആണോ കൺട്രോൾ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫേസിന്റെ ഡയമെൻഷൻസ് ആണോ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, ആ ഫേസിലെല്ലാം ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റെഫറൻസ് പ്ലെയിനൊക്കെ ഒരു പാരാമീറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഈ ഫാമിലി ക്രിയേഷൻ അത്രത്തക്ക ഇമ്പോർട്ടന്റ് അല്ല. കാര്യം ഒരുവിധം കുറെ ഫാമിലീസ് ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡബിൾ ആണ്. ഓക്കെ, ചിലത് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരാറുള്ളൂ. പക്ഷെ എന്നാലും വിമ്മിലൊക്കെ ശരിക്കും ഫാമിലി ക്രിയേഷന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് ഷെഡ്യൂൾ എടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. സപ്പോസ് എനിക്ക് ക്യൂബാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുള്ളൂ. അപ്പൊ ക്യൂബിന്റെ 4 സൈഡിലും ഞാൻ ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. ഡീഫോൾട്ട് ആയിട്ട് 2 റെഫറൻസ് പ്ലെയിൻ കിടപ്പുണ്ട്. ഇത് രണ്ടും പിൻഡ് ആയിരിക്കും. ഇത് ഡീഫോൾട്ട് ആയിട്ട് തന്നെ പിൻഡാണ്. ഓക്കെ, ഞാൻ ക്രിയേറ്റിൽ പോകുന്നു, റെഫറൻസ് പ്ലെയിൻ എടുക്കുന്നു, റെഫറൻസ് പ്ലെയിൻ RP. ഞാൻ ജസ്റ്റ് ഒരു 4 റെഫറൻസ് പ്ലെയിൻ ഇങ്ങനെ സ്കെച്ച് ചെയ്യാം.
നമ്മുടെ ക്യൂബിന്റെ ടോപ്പ് വ്യൂ ആണ്. സപ്പോസ് നമ്മുടെ ക്യൂബ് ഇങ്ങനെയാവും ഉണ്ടാവുക. ടോപ്പ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കാണുന്നത്. അപ്പൊ 4 ഫേസിൽ ഞാനൊരു പ്ലെയിൻ ക്രിയേറ്റ് വെച്ചു എന്ന് വിചാരിച്ചത്. അതിനുശേഷം അനോട്ടേറ്റിൽ പോവാ. ഇവിടെ അലൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, അലൈൻഡ് ഡയമെൻഷൻ. ഇത് ടൂളം എടുക്കുക. ആദ്യം ഈ റെഫറൻസ് പ്ലെയിനെ പിക്ക് ചെയ്യുക, അതിനുശേഷം ഈ സെന്ററിലുള്ള റെഫറൻസ് പ്ലെയിനെ പിക്ക് ചെയ്യുക, അതിനുശേഷം ഈ പ്ലെയിനെ പിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വെളിയിൽ ഐ മീൻ ജസ്റ്റ് ഔട്ട് സൈഡിൽ ഒന്ന് പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ EQ എന്ന് പറഞ്ഞിട്ട് കൺസ്ട്രെയിൻ കാണാൻ പറ്റും. ഈ EQ ജസ്റ്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും ഈക്വലൈസ് ആവും. അതായത് ഈ റെഫറൻസ് പ്ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്പുറത്തെ റെഫറൻസ് പ്ലെയിനും കറസ്പോണ്ടിങ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് 400 ആണെന്നുണ്ടെങ്കിൽ അതും 400 ആവും. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്ലെയിനും പിക്ക് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഇത് 400 കൊടുക്കുകയാണെങ്കിൽ അതും 400 ആയി. ദെൻ ഈ രണ്ട് പ്ലെയിനും കോമൺ ആയിട്ടൊരു ഡയമെൻഷൻ കൊടുക്കുക. ക്ലിയർ ആണോ? അതിനുശേഷം ഈ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക. അതായത് ഇവിടെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ക്രിയേറ്റ് പാരാമീറ്റർ. ഓക്കെ, ഈ ഡയമെൻഷൻ ഒരു പാരാമീറ്റർ ആയിട്ട് മാറ്റുവാണ്. ജസ്റ്റ് സെലക്ട് ദിസ് ആൻഡ് ഈ ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ. ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഡയമെൻഷൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പാരാമീറ്റർ, ഫാമിലി പാരാമീറ്റർ ഓപ്ഷനാണ് കിടക്കുന്നത്. തൽക്കാലം അവിടെ തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ഈ പാരാമീറ്ററിന് അല്ലെങ്കിൽ ഇതിന് ഞാനൊരു പേര് കൊടുക്കണം, ഒരു പാരാമീറ്റർ ആയിട്ട് ചേഞ്ച് ചെയ്യാണ് ഡേറ്റ. ഞാൻ ഇതിന് ലെങ്ത് എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഡയമെൻഷൻ സെലക്ട് ചെയ്തു. ഇതിന് ഞാൻ വേറെ പാരാമീറ്റർ കൊടുക്കുന്നു. ഇതിന് ഞാൻ വിഡ്ത് എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഏതെങ്കിലും എലിവേഷനിൽ പോകുന്നു, ഐദർ ഫ്രണ്ടോ ബാക്കോ ലെഫ്റ്റോ ഏതെങ്കിലും എലിവേഷനിൽ പോകുന്നു. അതിനുശേഷം റെഫറൻസ് പ്ലെയിൻ ഞാൻ, അതായത് ആ ക്യൂബിന്റെ എല്ലാ സൈഡിലും ഓരോ റെഫറൻസ് പ്ലെയിൻ വെച്ച് ഞാൻ ലോക്ക് ചെയ്യാണ്. ആദ്യം തന്നെ പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇനീഷ്യലി നമ്മൾ ടോപ്പ് വ്യൂവില് എല്ലാ സൈസിലും ഓരോ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യണം, ലെങ്ത് കൺട്രോൾ ചെയ്യണം, വിഡ്ത് കൺട്രോൾ ചെയ്യണം, ഹൈറ്റ് കൺട്രോൾ ചെയ്യണം. അപ്പൊ ഹൈറ്റിന് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് പ്ലെയിൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡയമെൻഷൻ DI അല്ലെങ്കിൽ അതായത് അലൈൻഡ് പിക്ക് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇതിന് ഞാൻ ഹൈറ്റ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനുശേഷം ക്രിയേറ്റ് എക്സ്ട്രൂഷൻ, റെക്ടാങ്കിൾ എടുക്കുന്നു. കറക്റ്റ് ഈ ലൈനിനോട് ചേർത്തിട്ട് ബൗണ്ടറി ഞാൻ കറക്റ്റ് ആ റെഫറൻസ് പ്ലെയിനിൽ പിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ ഒരു ലോക്ക് സിമ്പിൾ കാണിക്കും. ജസ്റ്റ് ഈ പ്ലെയിനുമായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുക. ജസ്റ്റ് അതിന് മേലെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, എക്സ്ട്രൂഷൻ സ്റ്റാർട്ട്, എക്സ്ട്രൂഷൻ എൻഡ്. എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് എന്താ, ആ ക്യൂബിന്റെ ഹൈറ്റ് ആണ്. ഓൾറെഡി നമ്മൾ അതിന് വേണ്ടി ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങേറ്റത് ഈ പോയിന്റ് പിക്ക് ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം കാണാൻ പറ്റും. ജസ്റ്റ് ഹൈറ്റ് പിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഹൈറ്റുമായിട്ട് അസൈൻഡ് ആയിക്കോളും. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഇവിടെ ഫാമിലി ടൈപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ്. തൊട്ട് മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സ് ആണത്, ഹൈറ്റ്, വിഡ്ത്, ലെങ്ത്. ഓക്കെ, സപ്പോസ് ഞാൻ ഇതിന്റെ ഹൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു, 500. സ്റ്റെപ്പ് ലൈൻ ഓട്ടോമാറ്റിക്കലി ഇത് 500 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഉണ്ടോ? ലെങ്ത് ഞാൻ 500 ആക്കുന്നു, വിഡ്ത്തും ഞാൻ 500 ആക്കുന്നു. സ്റ്റെപ്പ് ലൈൻ ആണെങ്കിൽ കറക്റ്റ് ആ ഈ സെന്ററിനെ ബേസ് ചെയ്തിട്ട് അങ്ങ് അതിനെ ബേസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മാറത്തുള്ളൂ. ജസ്റ്റ് ഞാൻ ഈ ഫാമിലിനെ ഒന്ന് സേവ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ വേണമെങ്കിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം. മെക്കാനിക്കൽ എക്യുപ്മെന്റ് ആയിക്കോട്ടെ. ഓക്കെ കൊടുക്കുന്നു. ഞാനിത് കാറ്റഗറൈസ് ചെയ്യുന്നു. കാറ്റഗറൈസ് ചെയ്ത് ഞാൻ ആ ഫാമിലിനെ സേവ് ചെയ്യണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നെയിം ഞാൻ കൊടുക്കുന്നു, എക്സ്. സേവ് ചെയ്യാണ്. ഞാൻ എൻ്റെ പ്രോജക്റ്റിലേക്ക് ആ എക്യുപ്മെന്റിനെ കൊണ്ടുവരാണ്. മെക്കാനിക്കൽ എക്യുപ്മെന്റ് ഡോട്ട് ഫാമിലി, ക്രിയേറ്റ് ചെയ്ത എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു, ജസ്റ്റ് കൊണ്ട് വെക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു.
എഡി ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇൻസ്റ്റൻസ് പാരാമീറ്റർ ഉണ്ട്. എഡി ടൈപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പാരാമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് പാരാമീറ്റർ ആണ്. രണ്ട് നമ്മൾ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇതാ ഹൈറ്റ് കണ്ടോ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാരാമീറ്റേഴ്സും കൂടെ കാണാൻ പറ്റും. സോ ഇപ്പൊ ഞാൻ ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്ത് വെച്ചോളൂ. ഹൈറ്റ് ഇതെല്ലാം 600 ആക്കി വെക്കുക. ഓട്ടോമാറ്റിക്കലി ഇവിടെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനാണ് ആക്ച്വലി ഒരു പാരാമെട്രിക് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്കിപ്പം ഈ പേജൂസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം ഒരേ ഷേപ്പ് തന്നെയാണല്ലോ. നമുക്കിതൊരു പാരാമെട്രിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാൻ എളുപ്പമാണ്. ജസ്റ്റ് അതിന്റെ സൈസും ഡയമെൻഷൻസ് ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നാൽ മതി. ഒരൊറ്റ ഫാമിലി ക്രിയേറ്റ് ചെയ്താൽ മതി. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ഒരു വാൽവ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇതുപോലെ പാരാമെട്രിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒറ്റ ഫാമിലി ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ അതിന്റെ ജസ്റ്റ് ബാക്കിയുള്ള ഡയമെൻഷൻസ് മാത്രം നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സപ്പോർട്ട്സ് എല്ലാം നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ സാധാരണ ഡക്റ്റിന്റെ ചാനൽ സപ്പോർട്ട് ആണെങ്കിലും എല്ലാം നമ്മൾ പാരാമെട്രിക് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ റോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം, ചാനൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതെല്ലാം ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം പാരാമെട്രിക് ആയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞതൊന്ന്? അവര് എന്താ ചെയ്യുന്നത് സാറേ? അവര് ചെയ്ത് നോക്കുകയാണെങ്കിൽ രാജേഷ് വിജയ് Hello. Do you want to try this? Yes, sir. Okay. Okay, can you just try this one? Just create a simple block and try to create some parameters. That's it. Okay. Do one thing, create a block as well as create a cylinder. Okay. Okay. In cylinder, you want to adjust the height and the diameter. Okay. Okay, just try it. Okay. വിസാർ അവരൊന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. കാര്യം നമ്മളിപ്പോഴും ഞങ്ങൾ ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫാമിലി ക്രിയേഷൻ ആണ് വരാറുള്ളത്. കാര്യം നമുക്ക് ആദ്യം എല്ലാ സബ്മിറ്റിലും തരും. നമ്മൾ എല്ലാത്തിന്റെയും ആ സബ്മിറ്റിൽ പ്രകാരം എല്ലാത്തിന്റെയും പാരാമീറ്റർ ഫാമിലി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഒരു ലൈബ്രറി ക്രിയേറ്റ് ചെയ്യും. അതെ 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 എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് നമ്മൾ ആ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് ലെവൽ വരേക്കും നമുക്ക് അത് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊരു ബേസിക്കലി നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ സാറൊന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ LOD 300. ഇത് ആക്ച്വലി നമ്മൾ ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിലിങ്ങിനാണ് അത് പറയുന്നത്. സാറ് തന്ന പ്രോജക്ട് നമുക്കന്ന് LOD 350 ചെയ്യാൻ പറഞ്ഞു. LOD 300 ആണ് സ്റ്റാർട്ടിങ്. 300 എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്ലോക്ക്. ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കിയില്ലേ സാറേ, ഇതൊരു FCU ആണ്. ഇത് കാണുമ്പോ ഒരു FCU പോലെ തോന്നുന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമില്ല. സെലക്ട് ചെയ്താൽ ആ ഡയമെൻഷനിൽ അത് സെയിം ആയിരിക്കും. LOD 350 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ നമുക്ക് അതിന്റെ പാൻ വരച്ചു. ഇതിപ്പോ ജസ്റ്റ് LOD 300 അത്രേ ഉള്ളൂ. ഒരു ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതിനുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് പാരാമീറ്റേഴ്സ് മാത്രമല്ല, അത് കാണാനും ശരിക്കും സബ്മിറ്റിൽ പോലെ ആയിരിക്കത്തില്ല. ഔട്ടർ ഡയമെൻഷൻ കറക്റ്റ് ആയിരിക്കും. 350 എന്ന് പറയുമ്പോൾ അതായത് എങ്ങനെയാണോ FCU നമുക്ക് നേരിട്ട് കാണാൻ, അതേപോലെ തന്നെ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അതിനകത്തുള്ള പാരാമീറ്റേഴ്സും എല്ലാം ഈവൻ അതിന്റെ ശരിക്കും നമ്മൾ ആ ഫാമിലി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസിൽ കാറ്റലോഗിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അതിനകത്ത്. അതെ, ഓക്കെ. ഇതിലാ ഈ അപ്പൊ സെലക്ട് ചെയ്തപ്പോൾ 776 മുകളിൽ ഒരു യെല്ലോ 2 ഡോട്ട് കണ്ടോ? അതെന്താണ്? ഇതൊക്കെയോ? മേലെ ഏറ്റവും മേലെ ഇതോ? അത് തന്നെ. എന്താണ്? ഇത് ആക്ച്വലി ആ പൈപ്പ് ഞാൻ ജസ്റ്റ് ഈ ഫാമിലി എഡിറ്റ് ചെയ്ത് കാണിച്ചു. ചിൽ വാട്ടർ കണക്ഷൻസ് കൊടുത്തിരിക്കുകയാണ് അവിടെ, കണ്ടോ? അപ്പൊ ഈ കണക്ഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിപ്പോ ഒരു പൈപ്പ് ചുമ്മാ ഒരു എക്സ്ട്രൂഷൻ ആണ്. അതൊരു കണക്ടർ കൊടുക്കണം, എന്നാൽ മാത്രം നമുക്ക് പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ സാർ ഇപ്പൊ ഈ കണക്ടർ സെലക്ട് ചെയ്യണ ഇതിന്റെ പ്രോപ്പർട്ടീസിൽ കണ്ടോ അതിന്റെ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ, അതിന്റെ ഫ്ലോ റേറ്റ്, ഇതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത് നമ്മൾ മാനുവലി എൻ്റർ ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ ഇതുപോലെ അല്ല നമ്മൾ ചെയ്തതിന് ഇപ്പൊ നമ്മളിപ്പോ ഈ കാരിയറിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഡെക്കിന്റെ ആണെങ്കിൽ ഈ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഈ സാധനം? പറ്റും ഏറെക്കുറെ കിട്ടും. FCU ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാറുണ്ട് കുറെയൊക്കെ. AHU ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാറില്ല. AHUs ഇപ്പൊ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ സൈറ്റിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാ മോഡലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ.